വ്ളോഗിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ക്രിസ്മസിൻ്റെ വീഡിയോയുടെ രണ്ടാം പോർഷൻ നമ്മൾ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും. ഇന്ന് നമുക്ക് ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ കണ്ടാലോ? വേറൊന്നുമില്ല കേട്ടോ, എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആൻസൂട്ടൻ്റെ പപ്പയും അമ്മച്ചിയും ഒക്കെ കൂടി ഒരുക്കിയ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ എന്നൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല, എന്നാലും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പേര് ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്നും പറയാം കേട്ടോ. ഞാനാണെങ്കിൽ കോളേജിൽ പോയിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ അലസർ ഫെസ്റ്റ് നടക്കുക. അപ്പോൾ നമുക്ക് കുറേ ഡ്യൂട്ടിയൊക്കെ തന്നിട്ടുണ്ട്. നാളെ സെക്കൻഡ് സാറ്റർഡേ ആണെങ്കിലും കോളേജിൽ പോകേണ്ടി വരും. ഓരോ ഫങ്ഷൻസൊക്കെ നടത്തണമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളിലൊക്കെ ഇരിക്കുവാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ ചെറിയൊരു ഫംഗ്ഷൻ പോലെയൊക്കെ വെച്ചത്. എല്ലാ തവണയും ഉള്ളതുപോലെയൊക്കെ തന്നെ ഉള്ളൂ, എന്നാലും എന്തൊക്കെയോ ഒരു രസം അതിനകത്ത് ഫീൽ ചെയ്തു. കാരണം എന്നും എല്ലാ തവണ എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ ആൻസൂട്ടൻ്റെ കുടുക്ക പൊട്ടിക്കും, അവൻ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു തരും. ആൻസൂട്ടൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും സർപ്രൈസൊക്കെ ആയിട്ട് അങ്ങ് കൊടുക്കും. പക്ഷേ ഇത്തവണ നമുക്ക് സർപ്രൈസ് തന്നത് ചേട്ടനാണ്. കാരണം പുറത്ത് പോയിട്ടുള്ള ഫുഡ് കഴിക്കലും കാര്യങ്ങളും, പിന്നെ നമ്മളെ സ്നേഹിക്കാനും നമ്മളെ സംരക്ഷിക്കാനും കെയർ ചെയ്യാനും രാത്രിയിലുള്ള യാത്രകൾക്ക് കൂട്ട് വരാനും ഒക്കെ ആയിട്ടും ഒരു കുടുംബനാഥൻ. അത് ഏറ്റവും നല്ല ദ ബെസ്റ്റ് അല്ലെങ്കിൽ ദ ഫിനസ്റ്റ് എന്ന് പറയും പോലെ തന്നെയാണ് ദൈവം നമുക്ക് തന്നത്. അതിൽ ദൈവത്തിനോട് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് ഒരുപാട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? നോക്കാം. ബർത്ത്ഡേ ആയിട്ട് നമ്മൾ നേരെ മുതലക്കടം പള്ളിയിലേക്കാണ് വന്നത്. അപ്പോൾ കടയിൽ ഞാൻ പോയി, കടയിൽ നിന്ന് വൈകിട്ട് വേഗം തന്നെ വന്ന ആൻസൂട്ടിനെ അമ്മച്ചയും കൂട്ടിക്കൊണ്ട് നമ്മൾ മുതലക്കടം പള്ളിയിലേക്കാണ് വന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ച് പള്ളിയിൽ പൈസയൊക്കെ ഇട്ട് അതിന് ശേഷമാണ് നമ്മൾ പോയത്. അപ്പോൾ കോളേജിൽ പോയപ്പോൾ അവിടുത്തെ അതേ സാരി തന്നെയായിരുന്നു. നമ്മൾ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ല കേട്ടോ. പിന്നെ ഈ സാരി നമ്മൾ ഇത്തവണ ക്രിസ്മസിന് പുതിയതായിട്ട് കല്യാൺ സിൽസിൽ നിന്ന് 3 സാരി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു സാരിയാണ്, ഒറ്റ കളറിൻ്റെ ഒരു സാരിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ മെഴുകുതിരിയൊക്കെ നമ്മൾ പള്ളിയിൽ നിന്ന് തന്നെ എടുത്തത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാകും. നമ്മൾ 10 രൂപ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെഴുകുതിരിയും എടുക്കാം. കാരണം അവിടെ തരാനൊന്നും ആളില്ല. മെഴുകുതിരിയൊക്കെ എങ്ങനെയാണ് പള്ളിയുടെ കെട്ടിടത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആൻസൂട്ടനും ചേട്ടനുമാണ് അതപ്പം അവരും പ്രാർത്ഥിച്ചു. അതിന് ശേഷം നമ്മൾ നേരെ പോവുകയാണ്. എവിടേക്കാണെന്നറിയാവോ? ഫുഡ് കഴിക്കാനായിട്ട് പോവുക. അപ്പോൾ ചേട്ടൻ അന്നത്തേക്കും മുമ്പേ പോയി വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ ആണെങ്കിലും മുതലക്കടം പള്ളിയിൽ നല്ല തിരക്കുള്ള സമയങ്ങളാണ്. എപ്പോഴും ഭക്തന്മാർ 9 മണിക്കാണ് നമ്മുടെ രാത്രിയിൽ പള്ളി അടയ്ക്കുക. അതുവരെ എപ്പോഴും വിശ്വാസികളിങ്ങനെ വന്നും പോയും കൊണ്ടൊക്കെ ആയിരിക്കും. അടുത്തുള്ളവരൊക്കെ ആയിരിക്കും കേട്ടോ കൂടുതലും വരുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോയതിന് മുമ്പായിട്ട് അപ്പോൾ എനിക്കൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ആൻസൂട്ടനും അതുപോലെ ചേട്ടനും സെപ്പറേറ്റായിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഒരുപാട് ടോപ്സൊക്കെ ഇങ്ങനെ എടുത്തിടുന്നുണ്ടായിരുന്നു. എനിക്കതിൽ പലതും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ മറ്റ് 2 പേരുടെയും ഇഷ്ടങ്ങളിലേക്ക് ഞാനങ്ങ് വഴി മാറിക്കൊടുത്തു. അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് വാങ്ങി. അതിനുശേഷം നമ്മുടെ ഹോട്ടൽ സിസിലിയയിലാണ് ഫുഡ് കഴിക്കാനെത്തിയത്. അവിടെ വന്ന് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഓർഡർ ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ചേട്ടനാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഓരോ കോമഡിയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരുന്നു, എൻ്റെ മാലയും എൻ്റെ കമ്മലും അതുപോലെ എൻ്റെ ഹെയർ സ്റ്റൈലും ഒക്കെ. അപ്പോൾ ബർത്ത്ഡേ ഗേളാണ് ഇന്നത്തെ താരം, ഞാനാണ്, വേറെ ആരുമല്ല. അപ്പം എനിക്ക് നല്ല രീതിയിലൊക്കെ ഒന്ന് നോക്കണ്ടേ നിങ്ങൾ പറ, നോക്കണ്ടേ? ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ. അപ്പോൾ ഈ സമയമൊക്കെ ആയതുകൊണ്ട് 10 മണിയൊക്കെ അടുത്ത് ഒരു 9:45 ആയിട്ടോ അന്നത്തേക്കും. ഇത് കിട്ടുന്നുണ്ടോ? ഫുഡ് കാണുമ്പോൾ മൊബൈലൊക്കെ വാങ്ങി മാറ്റി. ഫുഡ് വന്നാൽ പിന്നെ നമ്മൾ മൊബൈൽ മാറ്റി വെക്കണം, അല്ലേ? മോശമല്ലേ? ഇത് ബീഫല്ലേ?
ബീഫ് വറുത്ത്, ചിക്കൻ കറി, ആ ചിക്കൻ അത് മതി. ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി അല്ല ബീഫ് കറി, ആ ബീഫ് കറി പൊറോട്ട, കള്ളപ്പൊട്ട. ഓക്കെ ഒരു മണേ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് നീ കുടിക്കാൻ എന്താ വേണമെന്ന് പറഞ്ഞേ എനിക്ക് ഈ സംഭവം ഇഷ്ടമാണ് ഇവിടുത്തെ. കുട്ടികളുടെ ഭക്ഷണം എടുക്കണോ? ലൈം വേണം. ആ ലൈം ഒന്ന് ലൈമാണോ? ഏതാ ജ്യൂസ് ഏതാ? ഏതാ വേണ്ടേ അമ്മയ്ക്കാണ് വേണ്ടേ അമ്മേ വെള്ളം മതിയോ അമ്മ ജ്യൂസ് കുടിക്കൂല. ഏതാ ഉള്ളേ? ഓറഞ്ച്. ഓറഞ്ച് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്. എനിക്ക് പൈനാപ്പിൾ മതി എനിക്കും പൈനാപ്പിൾ ആ മതി. അത് 3 പൈനാപ്പിൾ കേട്ടാ കൊച്ചു മോനെ തുടങ്ങല്ലേ ഇപ്പോൾ ഒന്ന് മതിയോ മേരാ പ്യാര ഫ്രൈഡ് റൈസ് ഹേ. ചേട്ടൻ തൊട്ട് നോക്കിയേ നിങ്ങൾക്ക് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ മിക്സഡാ വാങ്ങി. വെജിറ്റബിള് എല്ലാം കൂടെ ഉള്ളതാ. വെജിറ്റബിള് ചിക്കൻ. ഇതെന്താ പൊറോട്ടയ്ക്ക് സൈഡ് ഡിഷാ? ബീഫല്ല ഫ്രൈഡ് റൈസ് ആണോ? പൈസ വേണ്ടേ എന്നാ? ആ അത് ശരി ഞാൻ ബീഫും കൊടുത്താൽ അവൻ തിന്നും. അത് മതിയാടാ. കൊത്തു മതിയോ ഇതാ അമ്മേ എന്നെ വേണമെങ്കിൽ പറഞ്ഞോ നമുക്ക് കുഴപ്പമില്ല രണ്ടെണ്ണം കഴിക്കട്ടെ ബാക്കിയുള്ള അമ്മ കഴിച്ചോളൂ ഇനി ഒന്ന് കഴിക്കട്ടെ, എന്നിട്ട് വീഡിയോ എടുക്കാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അങ്ങനെ അവസാനമായപ്പോഴത്തേക്കും മടുത്തു പോയിട്ടോ, സത്യം പറയാമല്ലോ. എന്നിട്ടും തൂത്തൊക്കെ ബാക്കിയൊക്കെ കഴിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ തീർത്തു. ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്. നമുക്ക് മടുപ്പ് തോന്നാത്ത ഒരേ ഒരു കാര്യമാണ് ഫുഡ് കഴിക്കലെന്ന് പറയും. പക്ഷേ വയറ് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മടുപ്പ് തോന്നും. ഇല്ലെന്നാർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആൻസൂട്ടൻ എന്താ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ച് കിറങ്ങിയിരിക്കുന്നതാണ് കാണുന്നത്. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ബ്രദേഴ്സ് കേക്ക് ലേക്കിലേക്കാണ് പോയത്. അപ്പോൾ വന്ന വഴിക്ക് അവിടെ നിന്ന് വാങ്ങാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് വാങ്ങി. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം 11 മണിയോട് കൂടിയാണ് നമ്മൾ അവിടെ എത്തിയത്. അന്നേരം അവിടെ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ നിന്നാണ് വാങ്ങിയത്. ബട്ടർ സ്കോച്ചിൻ്റെ ഒരു കേക്കാണ് വാങ്ങിയത്. സത്യം പറഞ്ഞ കേക്ക് ഇപ്പോഴും വീട്ടിൽ ഇരിപ്പുണ്ട് കേട്ടോ. പിറ്റേ ദിവസമായി നമ്മൾ ഫ്രിഡ്ജിൽ അതേപടി എടുത്ത് വെച്ച കാര്യം അന്നേരം ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നത് കൊണ്ടാണ്. പിന്നെ പായസമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പായസം വാങ്ങുമല്ലോ കേട്ടോ, സേമിയയും പാലും ഒക്കെ വാങ്ങിയെങ്കിലും നമുക്ക് ഉണ്ടാക്കാനൊന്നും പറ്റിയില്ലേ. പക്ഷേ ഞാൻ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വേറെ കാര്യം. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ചേട്ടനാണെങ്കിൽ വണ്ടി ഒതുക്കിയൊക്കെ ഇട്ടു. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ സ്റ്റാറൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കണ്ട് കാണാൻ നല്ല ഭംഗി തോന്നിയിട്ട്. ഇരുട്ടത്ത് ബാക്ക്ഗ്രൗണ്ട് ഇരുട്ട് വന്നു കഴിഞ്ഞപ്പോഴേ സ്റ്റാർ കാണാൻ നല്ല രസം അങ്ങ് തോന്നി. അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, എത്തിയിരിക്കുകയാണ്. ചേട്ടൻ ഗേറ്റ് പൂട്ടാനായിട്ട് തുടങ്ങുക. ആൻസൂട്ടനാണ് ഈ വമ്പൻ സർപ്രൈസൊക്കെ എനിക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മുന്നോ ഒരു ചുരിദാർ വാങ്ങാനായിട്ട് പോയതാണ്. ആൻസൂട്ടൻ്റെ വക ഒരു ടോപ്പ്, ചേട്ടൻ്റെ വക ഒരു ടോപ്പ് എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ആൻസൂട്ടൻ വാങ്ങുന്നത് ഞാൻ നോക്കാനേ പാടില്ല എന്നും പറഞ്ഞ് അവസാനം ഞാൻ നോക്കിയൊന്നുമില്ല കേട്ടോ. ഞാൻ തിരിഞ്ഞ് നിൽക്കുമായിരുന്നു. ഞാനും കൂടെ കൂടി പോയി എടുക്കാൻ പറഞ്ഞു. ചേട്ടൻ എടുക്കണമെന്ന് ബഹളം ഉണ്ടാക്കി. ചേട്ടൻ അറിയില്ല ആൻസൂട്ടൻ എങ്ങനെ എല്ലാ വർഷം എടുക്കണേ എന്നുള്ള കാര്യം. അങ്ങനെ ആൻസൂട്ടൻ്റെ വക ഒരു ടോപ്പ് ആൻസൂട്ടൻ ഞാൻ കാണാതെയൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ചേട്ടൻ്റെ ടോപ്പ് ഒറ്റ അടിക്ക് ചേട്ടന് ഇഷ്ടപ്പെട്ട അത് മതിയെന്ന് അങ്ങ് പറഞ്ഞു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരിക്കലും ഓർക്കാത്തൊരു ബർത്ത്ഡേ ആഘോഷമൊക്കെ ആയിരുന്നു ഇപ്പം കിട്ടിയത്. പിന്നെ നമ്മളിതൊന്നും അഴിച്ച് വെച്ചിട്ടില്ല. അപ്പം നമ്മൾ നാളെ ഇത് അഴിച്ച് വെക്കുന്നതായിരിക്കും. അപ്പം ഇന്നിങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. ഉണ്ണീഷ ഉണ്ടായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും ഉണ്ടായി. 6 ഉണ്ണീഷ ഉണ്ടായൊരു 10 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനുണ്ടായില്ല ചേട്ടാ. 10 അല്ലല്ലോ, 10-15 ദിവസം, 14-15 ദിവസം. അപ്പം ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഗിഫ്റ്റൊക്കെ തരും.
അവനെ സർപ്രൈസ് ഒളിപ്പിക്കാൻ പോയതാ. ട്രഷർ ഹണ്ട് ഇങ്ങനെ അപ്പൊ ദേ ചേട്ടൻ നമുക്ക് വേണ്ടി വാങ്ങിയ കേക്കാണ് സുഹൃത്തുക്കളെ. കേക്ക് ചേട്ടൻ പൈസ തന്നു, ഞാൻ പോയി വാങ്ങി. പേരെഴുതുന്നൊന്നും ഞാൻ നോക്കിയില്ല കേട്ടോ. ഒന്ന് നോക്ക അവിടെ നിക്കണേ. തട്ടി മറിക്കരുത്, ഫോൺ പോവും. ഇവിടെ ഒന്ന് നിക്കുന്നേ, നിക്കണില്ലേ, കാണാൻ പാടില്ലെന്നാ. വാ അപ്പോ എന്റെ ബർത്ത്ഡേ ഇന്നലെ കിട്ടത്തില്ല, നമ്മൾ അത്ര പേരെ കിട്ടണ്ടേ. അപ്പൊ ബർത്ത്ഡേ ആഘോഷത്തിന്റെ സമാപനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ട് അങ്ങ് സമാപിച്ചേക്കാന്ന് വരുന്നത്. അത് മാത്രമല്ല, ഇവിടെ ട്രഷർ ഹണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സമയം ഒത്തിരി വൈകിപ്പോയി ഫുഡൊക്കെ കഴിച്ചു വന്നപ്പോഴത്തേക്കും. അപ്പം ഞാൻ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി 30s നിന്ന് 40ലേക്ക് കിടക്കുമ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോകും. അതെന്തോ എന്തെങ്കിലും പറയാനുണ്ടോ? രാവിലെ ഒരാൾ എന്നെ കാണുമ്പോഴേ 40 ഭയങ്കര സന്തോഷം എനിക്ക്. 40 ആയി. ഒരു വയസ്സ് കൂടുമ്പോൾ നമുക്ക് സന്തോഷിക്കണം, കാരണം ദുഃഖിക്കേണ്ട കാര്യമില്ലല്ലോ. 30 പോയിട്ട് 40ലേക്ക് എടുത്തിട്ട് മനുഷ്യരോട് 45 50 ആവുന്നുള്ളൂ. 50 ആവുമ്പോഴേ എന്റെ മെഡിൻ ടോപ്പൊക്കെ പിന്നെ ആരിടും? എനിക്ക് എന്തോ മണികൾ ഇങ്ങനെ കൊളിച്ചിട്ട് വെള്ളി കൊളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഉള്ളി കളിക്കും. പറ എന്നിട്ട് ഇപ്പൊ തന്നെ അറിയുന്ന കിളവി ആളുകളും അറിയാം. ചേട്ടനെ കണ്ടത് കളവി. നിങ്ങള് ചെറുപ്പക്കാരൻ, ഞാൻ കളവി. അത് ഞാൻ പറയില്ല എനിക്ക് പറയാൻ പറ്റില്ല കേട്ടാ. കേക്ക് മുറിക്കാം. മുറിക്കണ്ടോ? മുറിച്ചോളൂട്ടാ. കത്തി വെക്കണ്ട, കത്തി വെച്ചോളൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ജന്മദിനം ജന്മദിനം കുട്ടിക്ക്. ഇറക്കം മതിയാ? ആദ്യത്തെ കേക്ക് ചേട്ടന് കൊടുക്ക. അത്ര നല്ല പിറന്നാൾ സമ്മാനിച്ച ചേട്ടന്. രണ്ടാമത്തെ കേക്ക് ആർക്ക് ഞാൻ കൊടുക്കും? അമ്മച്ചിക്ക് തരാം. അമ്മച്ചി പ്രസവിച്ചത് കൊണ്ടാണല്ലോ ഞാൻ ഉണ്ടായത്, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ലല്ലോ. അടുത്തത് കേക്ക് നിനക്കും തരാം. എനിക്ക് കേക്ക് തരാൻ ആരുമില്ലേ? അമ്മച്ചി തന്നില്ലേ? ആരാ? കുറച്ച് കൊടുത്താൽ മതി, ഞാൻ കൂടുതൽ കൊടുത്തുപോയി. നീ ഇങ്ങനെ പെടക്കൂട്ടുണ്ടാ, എല്ലാം ശരിയാവും. അതിൻ്റെ രണ്ടാമത് നീ വെച്ചത് എന്നാ പിന്നെ ഞാൻ മാന്യമായ രീതിയിൽ ഞാൻ കേക്ക് തന്നു. എന്റെ മേത്ത് തൂക്കാൻ പോകുന്നത്, എന്റെ മേത്ത് തൂക്കാൻ അവന്റെ നമുക്ക് പോകുന്നത്, എന്റെ മേത്ത് തൂക്കാൻ ഞാൻ ഇത് ഇങ്ങനെ വാങ്ങിയാൻ തോന്നി. ഒരു മാറ്റമില്ല, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ മുറിച്ചു തന്നു. സന്തോഷം ഇതല്ല. ചോക്ലേറ്റ് പോവാണോ? വയറ് ഫുള്ള്, അതല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഇറങ്ങി തിന്നാ കുറച്ച്. അവൻ ചോക്ലേറ്റാടാ. ഞാൻ ഭയങ്കര റീലൊക്കെ ചെയ്യാതിരുന്ന എല്ലാം ചീറ്റിപ്പോയി. റീല അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരുപാട് പേര് രാവിലെ ഇട്ടപ്പോൾ ഷോർട്ട് വീഡിയോ ഒക്കെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കും ഒരുപാട് നന്ദി. അപ്പതേ കൈ കഴിച്ചിട്ട് വരട്ടെ. കാണാൻ മേല. ടിഷ്യൂ പേപ്പറില്ലേ? ടിഷ്യൂ പേപ്പർ വാങ്ങിയിട്ടേക്കാം.
ടോപ്സിയ ടോപ്പ് കടയിൽ നിന്ന് എടുത്ത ചുരിദാറാണ് കേട്ടോ. അങ്ങനെ അപ്പുറത്തുനിന്ന് ഞാനേ പറഞ്ഞു വേറെ ഡാൻസ് ഷൂട്ടിന്റെ ഗിഫ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഗിഫ്റ്റ് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാവേ. ഇത് ഷോളാണ് കേട്ടോ. അടുത്തടാ ഇതിനിപ്പോ ഒന്നും ചെയ്യണ്ട, ഇത് കറക്റ്റ് പറയാം. തയ്ക്കാൻ വേണ്ട ഒന്നും വേണ്ട, കൈ മാത്രം വേണമെങ്കിൽ ഒന്ന് കുറച്ച് റിമാർക്കടാ. അത് അടിയിലേക്ക് ഇങ്ങനെ ഇട്ടാ. അപ്പൊ ഇതാണ് ടോപ്സിയ ടോപ്പ് കട. നല്ല ഒതുങ്ങി കിടന്നോളൂ, അത് എനിക്ക് തുണി ഇഷ്ടപ്പെടാൻ കാരണം. നേരെ താഴേക്ക് നല്ല ഒതുങ്ങി കിടക്കും ഇങ്ങനെ. ഇഷ്ടപ്പെട്ടോ? നല്ലതാണ്. അഭിപ്രായം പറയണ്ട എല്ലാവരും. അല്ല എനിക്ക് പറയേണ്ട കാര്യമില്ല, നമ്മളൊക്കെ കണ്ടാണോ. ഇതതിൻ്റെ ഷോൾ ഞാൻ ചുമ്മാ വാങ്ങിയതേ ഉള്ളൂ കേട്ടോ. ചുമ്മാ ഒരു ഷോൾ എടുത്തതാ. പിന്നെ ആൻസുകുട്ടൻ്റെ ഗിഫ്റ്റ്. ആൻസുകുട്ടനാട്ടിൻ്റെ വയലറ്റ് കളറാണ്. ഇത് ചേട്ടൻ വാങ്ങിച്ചതാ. രണ്ടിനും പൈസ കൊടുത്തത് ചേട്ടനാട്ടോ. ആൻസുകുട്ടൻ പൈസയും കൊണ്ടൊക്കെ വന്നു, പക്ഷെ പപ്പ കൊടുത്തോളാന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന്റെ പൈസ ഒട്ടം ഭയങ്കര. ഇത് ചേരുവാടാ ഇനീന. ഇത് ആരടാ എടുത്തു തന്നത്? ഇത് നീ ഇതാണോ വാങ്ങിയേ? കോളറുണ്ടോന്നാ, നല്ലതാ. ഇതെനിക്ക് ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ചാടാ. എന്റെ കൈയൊക്കെ കറക്റ്റ് ആടാന്ന് ഞാൻ ഇവനോട് പറഞ്ഞേ. കേട്ടാ, നീ എന്നെ പറ്റിച്ചടാ. ഇവൻ വേറെ ഒരു ടോപ്പ് എടുക്കണേന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ച്. റെഷറണ്ടി വല്ലതും വെച്ചിട്ടുണ്ടോ? റെഷറണ്ടി വെച്ചതാണോ? എന്നിട്ടാണ് കൈ പിടിച്ചില്ല. വെക്കാം. ലാസ്റ്റ് എവിടെ വെക്കണേ? ഞാൻ തിരിഞ്ഞു നോക്കാം. വേഗം വയ്ക്കാം, സമയമില്ല. അവനോട് ആദ്യം ഇവിടെ ഇരിക്കണേന്ന് പറ. ആൻസോട്ടൻ ട്രഷർ കണ്ട് വെച്ചിട്ടുണ്ട്. ഏത് തലേന്ന് വീടെടുക്കണ്ടേ? ഞാൻ പിടിച്ചോളാം, അല്ലെങ്കിൽ നീ ശരിയാവില്ല. ഇതെവിടെ വെച്ചേക്കണേ? അയൺ ബോക്സ്. ഇതാണോ TV ബോക്സ്? എടാ ഇങ്ങനെ എടുക്കടാ, കണ്ണറിയാൻ പാടില്ലടാ. എന്നെ യുവർ റൂം ബെഡിൻ്റെ ഡൗണ്, യുവർ റൂം ബെഡ് ഡൗൺ എന്ന് ഒരുത്തന്നെ എഴുതി വെച്ചേക്കണ. ഇവനെ എന്തിനാണ് അയാൾ CBSE വിട്ടേക്കണേ? ബെഡിൻ്റെ ഡൗൺ എവിടെയാടാ? ഇങ്ങനെ എടുക്കടാ. വെയിറ്റ് നോക്കണം മെഷീൻ. ഇതാ എടുത്തോടാ. അതാ കുനിയാൻ പറ്റില്ലടാ. ടോപ്പ് ഓഫ് ഫ്രിഡ്ജ്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ പോയി ഞാൻ അണ്ടർ ക്യാൻഡിൽ പിടിക്കണം. ഇപ്പം വെച്ചത് ശരിയാണോന്ന് ഇപ്പോൾ അവന് തന്നെ സംശയമായി. എന്നാ പേപ്പർ പ്രയർ ബുക്കോ? ഇതാണോ? ഇൻസൈഡ് കർട്ടൻ. ഏത് കർട്ടനാ?
അത് വേഗം പറയണ സമയമില്ലാത്തോണ്ടാടാ. അതോ ഏത് കട്ടിലാന്ന് പറ. നീ വേഗം എടുത്തതാ. ഏതാ എവിടെയാന്ന് പറ. കിട്ടിയിട്ടോ ആൻസുകുട്ടൻ്റെ ഗിഫ്റ്റ് എനിക്ക് കിട്ടിയിട്ടോ. പപ്പ കേട്ടോ, പപ്പ അതിന് പൈസ കൊടുത്തെന്ന് പറഞ്ഞു. എന്തായാലും ആൻസിൻ്റെ വകയായിട്ട് ഇങ്ങടെ വേണമെന്നും പറഞ്ഞിട്ടാണ് ആൻസ് വാങ്ങിയതാണ്. ഞാൻ നോക്കാം. ആൻസ് ഗിഫ്റ്റ് വാങ്ങിച്ചത് ലൈറ്റ് കിടത്തല്ലേ. ഉണ്ടാക്കണ അല്ല ഇവിടുന്ന് വാ ഓടിപ്പോയി ഉടുപ്പ് മാറിയിട്ട് നിൽക്കുക. പൊട്ടിക്കാൻ പറഞ്ഞോണ്ട് ഇത് ഭയങ്കര സെറ്റപ്പാണല്ലോടാ. ഡയറി മിൽക്ക് പല്ലുവേദന എടുത്തോണ്ട് മിഠായി പൊട്ടിക്കുന്നു. ഭയങ്കര 10,000 രൂപ പൊതുവാണ്. ഒന്നുമില്ലാതെ അതിനകത്തന്നെ ഹാർട്ടിൽ എടുത്തു തരാനായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ മമ്മീന്ന്. ഇത് പിടിച്ചേ. വാ ചേട്ടാ. ചേട്ടൻ്റെ മാറി നിൽക്കണേ. ഉടുപ്പിടാത്തോണ്ടല്ലേ. ഉടുപ്പ് ഞാൻ ആടെ പറഞ്ഞ വീഡിയോ തീർന്ന് വൈൻഡപ്പും ചെയ്ത് താങ്കും പറഞ്ഞ പൊട്ടിക്കുന്നേ. ആൻസോട്ടന്റെ വക ഡയറി മിൽക്ക്. എനിക്ക് അമ്മച്ചി ചിരിക്കണം. പിന്നെ അങ്ങോട്ട് വീട്ടിൽ വെച്ച് എനിക്ക് വാങ്ങിച്ചു തന്നായിരുന്നു. അത് വാങ്ങിച്ചു തിരിച്ചു വാങ്ങിച്ചോ. പ്രസംഗത്തില് അല്ലാതെ ജീവിതം നേരെ പോയി പറഞ്ഞു. നല്ല താങ്കൾ കിട്ടുള്ളൂ. അല്ല പറ്റില്ലല്ലോ. താങ്ക് യു. കാണാനും പറ്റിയില്ല. ഉടുപ്പിട്ടിട്ട് വന്ന് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ശ്രദ്ധിക്കൊണ്ടിട്ടാ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ പോലും ഇത് കുമ്മോട്ട് പോകും. എന്റെ ഷോൾ എടുത്തിട്ടില്ലാന്ന് പറഞ്ഞോണ്ട് എന്റെ പുതിയ ഷോൾ എടുത്തിട്ട് ഇനി വേണ്ട ഞാൻ ഇപ്പൊ ഞാനൊരു ഷർട്ട് ഇട്ടുമ്പോൾ ഞാൻ ഷർട്ട് ഇടാതെ നടക്കൂലെന്ന് പറഞ്ഞാൽ ഇതാകുമ്പോൾ ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്. എന്റെ ചേട്ടന് എന്റെ ഈ ഷാൾ എടുത്ത് പോയി ഇവന്റെ നിന്റെ ബലൂൺ ഒന്ന് വീഡിയോയിൽ പിടിച്ചിട്ട് ഓടി അത് കാണിച്ചില്ലായിരുന്നു. ഇത് വലിയാണോ? ആനസൂട്ടന്റെ വൈകിട്ട് കയറി വന്നപ്പോ ആനസൂട്ടൻ ഇവിടെ സർപ്രൈസ് ആയിട്ട് തന്നെത്താനെ ബലൂൺ വീർപ്പിച്ച ഇതെങ്ങനെ കെട്ടി റെഡിയാക്കി വെച്ചതെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ മമ്മി. ആരോ എന്നോട് കൃഷ്ണൻ എന്തെന്ന് ചോദിച്ചു. ദേ ഇരിക്കുന്നുട്ടോ നമ്മുടെ കൃഷ്ണൻ ചേട്ടൻ. വീട്ടിലെ രാജാവ് തന്നെയാ. രാജാവ് ഞാനാ. വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അപ്പൊ രാജകുമാരൻ വെള്ളം കൊടുത്ത് ഞാൻ സ്റ്റൈലാക്കി തരുമെന്ന് തോട്ടം കിട്ടിയാൽ തരുമോ? പുതിയ ഷോൾ എടുത്ത് ഉദ്ഘാടനം ചെയ്തിട്ട് ഒരു കാര്യം പറയണം. ബർത്ത്ഡേ കോടി വാങ്ങിച്ചാൽ മനുഷ്യനെ കോടി ഇട്ടോണ്ട് നിൽക്കണത്. അല്ല ഒരു കാര്യമുണ്ട്.
ഞാൻ തന്നിട്ടല്ലേ ആയിരുന്നേ അല്ലേ? ഞാൻ തരായിട്ടില്ലല്ലോ. അപ്പൊ അതിൽ തെറ്റില്ല. അല്ല തെറ്റുണ്ടെങ്കിൽ ഇപ്പൊ നാളെ ഇത് കാണുന്നവർ തിരിച്ച് റിപ്ലൈ തരും കേട്ടാ. അങ്ങനെ അവളോട് ഞാൻ മാപ്പ് ചോദിക്കാം. ചെറായി ബീച്ചല്ല സംഗതി. ഉടുപ്പും ചേട്ടന്റെ കളറൊക്കെ ഒരുപാട് ഒരു പാടില്ല. കുഴപ്പമില്ല, ഞാൻ തന്നെ കൊടുക്കാം സാരി. അയ്യോ ഞാൻ പറഞ്ഞു എനിക്ക് ഓരോ പാട്ട് എല്ലാ പാട്ടും നമ്മൾ അത് എന്നെ ഞാൻ ഒരു സാരി തിരിച്ചുന്ന ആള് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലൊരു ഇതുണ്ട്. ഇന്നൊക്കെ ഞാൻ പറയട്ടെ, എനിക്ക് ഡ്രസ്സ് മാറുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ഇതുണ്ടല്ലോ, ആ രീതിയിൽ ചെയ്യും. നീ ഇപ്പോൾ സാരി ഇരിക്കുമ്പോൾ നിനക്കൊരു മനസ്സിലുണ്ട് ഇങ്ങനത്തെ നേരിടുന്ന ഇത് പിടിച്ചിരുന്നത്. അപ്പൊ അതാണ് പറ്റുന്നില്ല. നമുക്കറിയാം, ഒന്ന് ഒത്തിരുന്നാൽ മതി. കുഴപ്പമൊന്നുമില്ല. ഇതെവിടെ കൊണ്ട് കുത്തിച്ചേക്കണം. അല്ല അമ്മച്ചി ചിരിക്കാൻ അമ്മച്ചി മനസ്സിലായി മകൻ സാരി ചുറ്റുന്നു. അത് അമ്മച്ചി ചിരിച്ചു. നിനക്കല്ല തോന്നുന്നുണ്ടോ? നിനക്കെന്നാ തോന്നേ? നീ നമുക്ക് ഒരു ദിവസം ചുരിദാറിട്ട് കാണിച്ചാലേ കേട്ടാ. നീ ഇപ്പൊ നിലവിൽ തറക്കനായിട്ട് നിന്നാ മതി. ഈർക്കിലും മുകളിലേക്ക് ഒരു ചുരിദാറിട്ട് എങ്ങനെയായിരിക്കും? ഈ കണ്ടത്തില് വെക്കുന്ന ഇതിനേക്കാളും മോശമായി പോകും. അതുകൊണ്ട് വേണ്ടാ പറഞ്ഞെടുത്തേ. എന്റെ ഹൈറ്റ് കൂടുതലുണ്ടോ? ഇല്ല. ഞാൻ ചെരുപ്പ് ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടന്റെ തോളിൽ താഴെ പോയി. ഞാനിപ്പോ ചെരുപ്പ് ഊരിയാ നിക്കണം. ഇപ്പൊ നമ്മുടെ സിനിമാമാരുള്ള പൊക്കം കുറഞ്ഞ 3 അടി പൊക്കമുള്ളവർക്ക് ആ രീതിയാവും ചെരുപ്പ് പൂജ. അപ്പൊ ചെരുപ്പിട്ടോ ചെരുപ്പിട്ടോ. ആ വന്നാ സ്പ്രിങ്ങാ ഇപ്പൊ വെച്ച പൊങ്ങൂലെങ്കിൽ അപ്പൊ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. എനിക്ക് ഇത്രയും ബർത്ത്ഡേ വിഷ് ഒരുക്കിയ ചേട്ടന് ഒന്നുമില്ല. ചേട്ടന് എന്തോ പറയാൻ വന്നോ മറന്നുപോയി. ഇടയ്ക്ക് ഈ ഇതാണ് വിഷമം വന്നു. അത് കുഴപ്പമില്ല. പോട്ടെ ഇവിടെ അടുത്ത പറയാം. നിനക്ക് പിന്നെ പറയാൻ പറ. ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഓർത്തിട്ടില്ല കേട്ടോ എൻ്റെ ഒരു ബർത്ത്ഡേ ഒരു ഫാമിലി ആയിട്ട് ആഘോഷിക്കാന്നൊന്നും. അത് ഫാമിലി ആയിട്ട് ആഘോഷിക്കാന്ന് മാത്രമല്ല, ഇങ്ങനെ പുറത്തു പോയി ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ഒരു കുറച്ചേക്കെങ്കിലും വേറെ ആരെങ്കിലും വാങ്ങിച്ചു തരുമെന്നൊന്നും ഒരിക്കലും ഓർത്തിട്ടില്ല. ആൻസൂട്ടന്റെ ഇതുപോലത്തെ ബലൂൺ ഡെക്കറേഷൻ ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തിട്ടില്ല. പിന്നെ എല്ലാ വർഷവും ആൻസൂട്ടൻ കൊടുക്കാൻ ഇച്ചിരി പൈസ ഒക്കെ സൂക്ഷിച്ചു വെക്കും. എനിക്ക് പോയിട്ട് ഒരു സാരി ഒക്കെ വാങ്ങിച്ചു തരും. അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ബർത്ത്ഡേ ആഘോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഇതുപോലെയൊക്കെ ഒന്ന് ആഘോഷിക്കാൻ പറ്റും. പിന്നെ ഈ തവണ നമ്മുടെ ബ്രദേഴ്സിലെ കേക്ക് തന്നെ വാങ്ങിയിട്ടോ. അത് നമ്മള് തൊടുപുഴയ്ക്ക് പോകുമെന്ന് പറഞ്ഞപ്പോ പോകുമ്പോ നമുക്ക് ആ വഴി വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ ആ വഴി പോയിട്ട് വരുമ്പോ അങ്ങ് വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. പിന്നെ അതൊന്നല്ല, എനിക്ക് സങ്കടം തന്നെയുണ്ട്. 45 എത്ര വയസ്സായി? 40 വയസ്സാണ്. 40 വയസ്സ് കൂടുന്നവർക്ക് അല്ല, വയസ്സ് കൂടുന്നവർ ഇവിടെ പേടിയാ. എന്നെ പേടിക്കുന്നത് എനിക്ക് പേടിയല്ല, എനിക്ക് 30s കഴിഞ്ഞു. എനിക്ക് ഇത്ര വയസ്സാണ് ചങ്കൂറ്റായിട്ട് പറയണം ആൾക്കാരോട്. അല്ല വേണ്ടേ പറയണേ. അന്നെ പറഞ്ഞു തീർക്കും. എന്റെ വയസ്സ് എല്ലാവർക്കും അറിയാം. 53. ഇല്ല 70. അത് കുഴപ്പമില്ല. ശരി 70. നിനക്ക് എത്രയായി? 58. 12. ഇതൊക്കെ പറയാൻ മടി. ഇതെവിടെ എങ്ങനെയുണ്ട്? എനിക്കൊന്നും പറയാനില്ല. എനിക്ക് പറയുമ്പോ വിഷമമൊന്നുമില്ല. എല്ലാം ഭംഗിയായിട്ട് നടന്നു. സംഗതി 40ാം ബർത്ത്ഡേ ഭംഗിയായിട്ട് അമ്മയും മോയും അപ്പയും കൂടി നടത്തി. ലാസ്റ്റ് ഒരു ഷർട്ട് ഇല്ലാതിട്ടില്ല, ഷർട്ട് ഉണ്ടായിരുന്നു. ഇതൊരു പുതിയ സ്റ്റൈൽ ആയിക്കോട്ടെ. അപ്പോൾ അടുത്ത ഒരു ബർത്ത്ഡേക്ക് എല്ലാവർക്കും കൂടെ കൂടി
നവംബറിലാണില്ലേ ആ, ആ. മെയ് മെയ്. 9-ാം തീയതി. ആ ശരി ശരി മെയ് മെയ് 9. 9-ാം തീയതി വരട്ടെ. അത് കേൾക്കുന്നു. ആ മെയ് 9-ാം തീയതി വരണ്ട കേട്ടോ. മെയ് മാസത്തിൽ 2 ബർത്ത്ഡേ വരുന്നുണ്ട്. അതാ- ഒന്ന് അതാരാ? ആൻസൂട്ടന്റെ മെയ് 9-ഉം ചേട്ടന്റെ മെയ് 25-ഉം. അതെയോ? ഓ ഞാൻ പോലും അറിയാതെ നിന്റെ നിനക്കറിയോ? ഞാൻ രാവിലെ കോളേജിൽ ചെന്നിട്ട് ഓഫീസിലിരിക്കണ വീണ അവിടെ വീണേനോട് എന്ന് പറഞ്ഞു ബർത്ത്ഡേ ആണോ ബർത്ത്ഡേ വിഷ് ആകെ എന്റെ ബർത്ത്ഡേ ആണോ എന്ന് വീണോട് പറഞ്ഞു. വീണ ഒരു നിമിഷം ഓർത്തു ഇനി എങ്ങാനും എന്റെ ബർത്ത്ഡേ എങ്ങാനും ആണോ. ആ പറഞ്ഞതുപോലെ മെയ് 25-ാം തീയതി ചേട്ടന്റെ ബർത്ത്ഡേ. അപ്പൊ എല്ലാ ബർത്ത്ഡേയും നമ്മൾ ആഘോഷിക്കും. പിന്നെ ഒരു ബർത്ത്ഡേ എല്ലാവരും ചിലരൊക്കെ ചോദിച്ചു ബാസ്ക്യൂന്റെ ബർത്ത്ഡേ കേക്ക് മുറിക്കാത്ത എന്താന്ന്. ബാസ്ക്യൂന്റെ ബർത്ത്ഡേ കേക്ക് നമ്മൾ മുറിക്കും കാരണം ഈ രാത്രി ആയതുകൊണ്ടാണ് കേട്ടോ. നമ്മളെല്ലാരും വരുന്നതല്ലേ രാത്രി 4-ാം തീയതി എന്ന് പറഞ്ഞാൽ നോക്കാം നമ്മള് നമുക്ക് ടൈം കിട്ടാത്ത ദിവസം ഇതായിപ്പോയി. പക്ഷെ നമ്മള് ഈ മാസത്തിൽ തന്നെ ബാസ്ക്യൂന്റെ ബർത്ത്ഡേ നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ബാസ്ക്യൂ എന്നൊക്കെ പറഞ്ഞ് കേക്കൊക്കെ എഴുതി നമുക്ക് അവന് കൊടുക്കണ്ടേ. രാത്രി ഈ കേക്ക് ഞാൻ അവന് കൊടുത്തിട്ടാ ഞാനൊന്ന് കിടന്നുറങ്ങുള്ളൂ. പിന്നെ നമ്മുടെ പൂച്ചക്കുഞ്ഞിലെ കാര്യമാണ് പറഞ്ഞത് അതിന് നമുക്ക് കൊടുക്കണം. അത് കേക്ക് തിന്നോന്നറിയില്ല. റാണി കേട്ടാ അതിന് പേരെന്താ റാണി കുഞ്ഞാണ്. കുഞ്ഞാണത് അതെന്നാ പിന്നെ മറ്റേ പട്ടി 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 പൊടിപ്പട്ടി പൊടിച്ച് അത് കണ്ടന അത് കണ്ട ശരി ആൺപട്ടി ഓർമ്മ അതിന് ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിച്ചു. പൂച്ചക്കുഞ്ഞ പൂച്ചക്കുഞ്ഞല്ല മോളാ. ആ അത് തന്നെ റാണി മോള് റാണി മോള് റാണി. അപ്പൊ നമ്മുടെ വീഡിയോയുടെ അതിന്റെ പേര് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹം. ഒത്തിരി പേരും ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിലാകട്ടെ യൂട്യൂബിലാകട്ടെ ഫേസ്ബുക്കിൽ വാട്സപ്പിൽ എന്ന് വേണ്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എവിടെയൊക്കെ ഉണ്ടോ നമ്മൾ അറിയുന്നവരെല്ലാവരും വിഷ് ചെയ്തു. പിന്നെ ഒരുപാട് പേര് ചേട്ടന് കരിമണ്ണൂർ ഇറങ്ങി നടക്കാൻ പറ്റില്ലായിരുന്നു പറഞ്ഞു. നിന്റെ ബർത്ത്ഡേ കാരണം എനിക്കിപ്പോ ടൗണിലേക്ക് ഇറങ്ങാൻ പറ്റണില്ല എന്ന്. കണ്ണൂര് പറയാന്ന് ചെലവേടില്ല ചേട്ടാ ചെലവേടില്ല. ആ കേക്ക് വാങ്ങി മുറിച്ച് വെച്ചേക്ക് ചേട്ടാന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. അതുപോലെ എല്ലാവർക്കും സ്നേഹിക്കുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഇത് പെണ്ണുങ്ങൾ സാരി കൊടുക്കണേക്കാളും കഷ്ടമായിട്ടാണ് ഓട്ടം കൊണ്ടുപോകാൻ. അസൂയ കുശുമ്പ് അസൂയക്ക് മരുന്നില്ല കുശുമ്പിൽ മരുന്നില്ല. നമ്മളൊരു നല്ലൊരു ഡ്രസ്സൊക്കെ മേട്ടിട്ട് കഴിയുമ്പോൾ ഭയങ്കര അസൂയാണ്. അസൂയക്കും കഷ്ടത്തിക്കും മരുന്നില്ലാന്ന് സത്യമാണ്. ഇപ്പൊ മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഈ ഇത് ഡ്രസ് ചെയ്തിട്ടുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാണെങ്കിൽ നാളെ വന്നു കുഴപ്പമില്ല. കുറച്ച് നേരമായി അതിലേക്ക് നോട്ടം തുടങ്ങിയിട്ട് നാളെ എനിക്ക് കൊണ്ടുപോകാനുള്ളത് ബാക്കി ഇച്ചിരി വെച്ചേക്കണുണ്ടാണ്. അപ്പൊ വീണ്ടും പുതിയ വിഷയം കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും പുതിയ വിഷയം വീഡിയോ ഇവിടെ വന്ന് എങ്ങോട്ട് പോവാ അത് മൂടാൻ പോണ. ബൈ.